എൻ്റെ മരണപത്രം. പുലിനട വീട്ടിൽ മണിക്കുട്ടിയുടെ ഭർത്താവായ പാറവിള വീട്ടിൽ രവീന്ദ്രനാഥ് എന്ന ഞാൻ എഴുതി തയ്യാറാക്കുന്ന എൻ്റെ മരണപത്രം. ജ്യോതിഷ വിധി പ്രകാരം ഞാനാണ് മരിക്കുന്നതെങ്കിൽ എൻ്റെ ബാങ്കിലുള്ള പണം തുല്യമായി ഭാര്യയ്ക്കും എൻ്റെ പൊന്നുമക്കളായ റിങ്കിക്കും പിങ്കിക്കും വീതിച്ചു നൽകണം. എൻ്റെ അക്കൗണ്ടിലുള്ള 5000 രൂപ എൻ്റെ മക്കളുടെ കല്യാണ ചെലവിന് എടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മണിക്കുട്ടിക്ക് കൊടുക്കണം. പാറവിള വീട്ടിലെ എൻ്റെ 7 സെന്റ് പുരയിടത്തിൽ എൻ്റെ മൃതദേഹം സംസ്കരിക്കുകയും വേണം. ചുറ്റിനും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ച് ദിവസവും വെള്ളമൊഴിക്കണം. പാതാളത്തിലാണെങ്കിലും വെള്ളത്തിന് ക്ഷാമമുണ്ടാകരുതല്ലോ. എൻ്റെ കൂടപ്പിറപ്പായ എൻ്റെ ചേതക്ക് സ്കൂട്ടർ, എൻ്റെ മണിക്കുട്ടിയും റിങ്കിയും പിങ്കിയും എന്നെ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതുപോലെ എൻ്റെ കാലശേഷവും നോക്കണം. കൂടുതൽ എഴുതാൻ ഇപ്പോൾ എനിക്ക് കൈവിറയ്ക്കുന്നു എന്ന് സ്വന്തം രവീന്ദ്രനാഥ് പാറവിള. രവിയേട്ടാ, എന്താണ് ഈ കാര്യമായിട്ടിരുന്ന് കുത്തിക്കുറിക്കുന്നേ? നീരി മണി, ഇതെൻ്റെ മരണപത്രമാണ്. നീ ഞാനാണ് മരിക്കുന്നതെങ്കിലേ അതിനുശേഷം നമ്മുടെ മക്കൾ തമ്മിൽ സ്വത്തിന് വേണ്ടി ഒന്നും വഴക്കുണ്ടാക്കാൻ പാടില്ല. ഞാൻ തുല്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിന്റെ കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട് മണി. ഒന്നും പറയലേ രവിയേട്ടാ. രവിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനി ഞാനാണ് മരിക്കുന്നെങ്കിലേ രവിയേട്ടൻ വേറെ കല്യാണം കഴിക്കുമോ? എന്തോന്ന് മണി നീ ഇങ്ങനെയൊക്കെ? ഭാര്യമാരില്ലാത്ത എത്രയോ ഭർത്താക്കന്മാർ ജീവിക്കുന്നു. പിന്നെ നമ്മുടെ പിങ്കിമോൾക്കും റിങ്കിമോൾക്കും അവരെ അമ്മയെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ അവരവർക്ക് അമ്മയെ കൊടുക്കും. എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണ് സത്യം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ യക്ഷയായിട്ട് വന്ന് നിങ്ങളുടെ അവളുടെ ചോര ഊറ്റി കുടിക്കും. അവിടെ ഒരു സൗര്യം തരൂരെന്ന് ഇതൊന്നും സാരിയൊക്കെ എടുത്തോണ്ട് പറഞ്ഞ രാധ ചേച്ചിയുടെ മോളെ കല്യാണത്തിന് ഉടുക്കാൻ വേണ്ടി വാങ്ങിച്ച സാരിയാണ്. ഇതൊരിക്കലെങ്കിലും ഉടുക്കണം എന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. ഇന്ന് 12 മണിക്ക് മുന്നേ മരിക്കുകയാണെങ്കിലേ ഈ സാരി ഉടുക്കൊണ്ട് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അന്ത്യാഭിലാഷമീനോ ഉടുക്കട്ടാ? നീ ഉടുക്ക്, അത് നന്നായി. എന്താ അറിയുമോ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ ഒരു ചൊല്ല്. ചെല്ല് പെട്ടെന്ന് ഉടുക്കും. ഉടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ പെർഫ്യൂം കൂടെ എടുത്ത് അടിച്ചോ. ആ പെർഫ്യൂം എടുത്ത് നിങ്ങളുടെ വായിലിട്ട് അടിച്ചോ. വായിൽ തന്നെ പുച്ഛത്തിൻ്റെ നാറ്റെങ്കിലും മാറട്ടും. പിന്നെ ആകാൻ പോവാണ്. ഓ അയ്യോ, എനിക്ക് വിശക്കുന്നേ. കുത്തിക്കൊണ്ടിരുന്നു. അമ്മ ഈ സാരി ആയിട്ട് എവിടെ പോണമ്മോ? ഞാൻ ഈ സാരി ഉടുക്കാൻ പോണു. എനിക്ക് ഈ സാരി ഉടുക്കണം എന്ന് ആഗ്രഹം. പക്ഷെ തേക്കണം മുന്നേ ഇതൊന്നും. നീ നിനക്കൊരു വൃത്തിയും മേനുള്ള ഉടുപ്പ് ഈ സാഹചര്യത്തിൽ ഇട്ടൂടെ? എന്നെന്തോ അല്ല, വൃത്തിയും മെനയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങോട്ട് പോണു? കല്യാണത്തിന് പോകുന്ന? ഓ ഓ ഓ മനസ്സിലായി. എന്ത്? നിങ്ങളിൽ ഒരാളാണ് മരിക്കാൻ പോകുന്നെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ? ആരും വിചാരിച്ചു? എപ്പോ വിചാരിച്ചു? പോയടി, എനിക്ക് മരിക്കാൻ പേടിയാണ്. നീ ഒന്ന് പോയേ. പിങ്കി, നീ ഇങ്ങനെ പേടിക്കാതെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതെ, ഈ സ്വർഗത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും കിട്ടും. പ്രത്യേകിച്ച് നീ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അതെത്തിക്കാനായിട്ട് കുറേ തോഴികളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഡാൻസ്, പാട്ട്, അത് ഇത് എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും. നീ കൈയിട് മാറി വിശപ്പ് മറന്നിരിക്കായിരുന്നു. ഇപ്പൊ വിശക്കണം. ഫുഡ് വല്ലതും ഉണ്ടാ കഴിക്കാൻ? അയ്യോ, ഞാനേ ഈ മരണ അപ്രാളത്തിനിടയിൽ കുക്ക് ചെയ്യാൻ മറന്നുപോയി. ബെസ്റ്റ്. എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? മക്കളെ, എന്ത് മക്കളെ പ്രശ്നം? എനിക്ക് വിശക്കെന്ന് വെച്ചാ എന്തോന്നു മക്കളെ, എപ്പോഴും ഈ ഒരു ചിന്തയുള്ള നിനക്ക്? മൊബൈൽ ഇങ്ങോട്ട്. ഞാൻ വല്ല ഓർഡർ ചെയ്യാം ഫുഡ്. ചാവാൻ നേരത്ത് ഭക്ഷണം കഴിച്ചെന്നെ ചാവണമെന്നാണ് അതിന്റെ ഒരു അന്തസ് അല്ലേടി? എന്തൊക്കെ ചിക്കൻ 65 എത്ര വേണോ? ചിക്കൻ 65 ഒരു 4 ഓർഡർ ചെയ്തോ? അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടാ, എന്തിന് ഇത്രയധികം ഫുഡൊക്കെ? അച്ഛൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. ഒരു കാര്യം ചെയ്യും, 4 ബിരിയാണി ഓർഡർ ചെയ്യും. അത് മതി. അയ്യോ, ബിരിയാണിയോ? ചിക്കൻ തന്നെ ഓർഡർ ചെയ്യണേ. 4 ചിക്കൻ ബിരിയാണി. ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ കയ്യില്
ഇത് അച്ഛൻ്റെ സ്വത്ത് വിവരങ്ങളെല്ലാം എഴുതിയത്. മരിച്ചു കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ. എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കുന്ന അതെങ്ങനെ അച്ഛാ ശരിയാവും? ഞാനല്ലേ അച്ഛാ മൂത്ത മോള്. എന്റെ കാര്യങ്ങളല്ലേ ആദ്യം നോക്കേണ്ടത്. അതുകൊണ്ട് നമുക്കൊന്നും ഇപ്പൊ അവിടെ വീതിക്കണ്ടെന്നാ? അമ്മ നോക്കിക്കോളൂ അതൊക്കെ. അല്ല അച്ഛാ, ഇവളുടെ കാര്യം മാത്രം മതി. ഇത് തുല്യമായിട്ട് വീതിച്ച് ഇതിനകത്തൊന്നും ഇല്ലല്ലോ അച്ഛാ. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ അമ്മ നോക്കിക്കോളൂ ആ സമയമാകുമ്പോ. ഇത് എല്ലാം കൂടെ അമ്മയെ നില കൊണ്ട് വെച്ച് ഇത് എവിടെ തന്നെയായത്? അതെ, അച്ഛന്റെ സ്കൂട്ടർ എനിക്ക് തന്നെ വേണം, അതിന് വേറെ അപ്പീലില്ല. മക്കളെ അത് പൊന്നുപോലെ നോക്കണേ സ്കൂട്ടർ. അതാ മ്യൂസിയംകാര് നിങ്ങളൊക്കെ എന്തോന്ന് ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയം വിട്ടാം. നമ്മളെല്ലാരും മരിക്കുകയാണെങ്കിലേ ഒരുമിച്ച് ടെൻഷൻ അടിച്ച് മരിക്കണതായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ആക്കടെ തുടക്കല്ലേ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത്. ഹായ് ബഡി. എടാ മരുന്തേ, കുറെ നാളായിട്ട് ഞാൻ ഓങ്ങി വച്ചിരിക്കായിരുന്നു നിന്നെ. ഇവന്റെ ഈ ഞരമ്പ് രോഗം ഞാൻ ഇന്ന് തീർത്തിരിക്കും. എന്തായാലും ഞാൻ ചാവാൻ പോകുന്നു. അപ്പൊ 2 എണ്ണം പൊട്ടിക്കണം. ആരെ പൊട്ടിക്കാന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കായിരുന്നടി. പിടിച്ചോ, തൊടടാ എന്റെ കൈ, തൊടടാ, തൊട്. പിടിക്കല്ലേ? പിടിയടാ, പിടിയടാ. ഇനി ഇരിക്കോടാ നീ? അയ്യോ, പോലെ ചേച്ചി ഒരു മിനിറ്റ്. ചേച്ചി, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇതുവരെ ആരും ഇടിച്ചിട്ടില്ല. ചേച്ചി എനിക്കും കൂടെ ഒരു അവസരം തരൂ. വൃത്തികെട്ടവൻ. ഹാഹാ, 2 എണ്ണമെങ്കിൽ 2 എണ്ണം കൊടുത്തപ്പോ എന്തൊരു സമാധാനം എന്നറിയാവോടി. എനിക്ക് ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്? മനസ്സിലായി. ഇവന്റെ ഫുഡിന് വല്ലതും പറ്റുമെന്തോ? മക്കളെ കഴുകി മണി കഴുകി. എനിക്ക് വേണ്ട. എനിക്കും അത് തന്നെ കഴിക്കാനൊന്നും തോന്നുന്നില്ല. നിങ്ങൾ കഴിക്കും. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിക്കായിരുന്നു. ഈ സമയത്ത് എങ്ങനെ കഴിക്കാൻ? ഇറങ്ങണ്ടേ മണി? കുറച്ച് നിമിഷങ്ങളെ ഉള്ളെങ്കിലും നീങ്ങുന്നില്ല സമയം. മണിക്കൂർ പോലെ നീയും കഴിച്ചില്ല. ഇറങ്ങുന്നില്ല. 12 ആവാറായി. ഇനി കുറച്ച് നിമിഷങ്ങളൂടെ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ജോത്സ്യം പറഞ്ഞ സമയം കഴിയുമല്ലോ. ഇതുവരെ ഒന്നും പറ്റിയില്ലല്ലോ നമുക്കൊന്നും. അല്ല, നമുക്കൊന്നും പറ്റിയില്ല. അവളെവിടെ? പിങ്കി എവിടെ? പിങ്കി നമ്മളോട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? അപ്പൊ അവള് മേളിൽ കയറി പോയതാ. അതിനുശേഷം ഞാൻ കണ്ടില്ല. അയ്യോ അയ്യോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിങ്കി മോളെ, പിങ്കി കൊച്ചിനെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അങ്ങോട്ട് പോ മക്കളെ, നോക്ക് മക്കളെ, വീട്ടൊന്ന് സ്പീഡിൽ പോ. മോളെ പിങ്കി, പിങ്കി പിങ്കി മക്കളെ, പിങ്കി പിങ്കി മോളെ, മണി നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വരണം. മോളെ പിങ്കി കുട്ടി, അയ്യോ മുഖത്ത് കളിക്ക്. പിങ്കി 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 പേടിപ്പിച്ചു കളഞ്ഞ്. എന്തോ മക്കളെ ഇത്?
എന്തു പറ്റി? ഏ? എന്തിനെന്നെ കുളിപ്പിച്ചേ? ഇടി അനങ്ങാതെ കിടന്ന് നിനക്ക് എന്തു പറ്റിയത്? എത്ര വിളി വിളിച്ചു ഞങ്ങള്? പേടിച്ചു പോയി ഞങ്ങള്. ഞാൻ ഭക്ഷണം മൊത്തം വലിച്ച് കയറ്റിട്ട് വയറ് പൊട്ടാറായി ഇവിടെ വന്ന് കിടന്ന് ക്ഷീണിച്ച്. മക്കളെ സമയത്രായി? സമയം എത്രയായി? സമയം 11:59. ഇനി 1 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അയ്യോ വേട്ടാ മക്കളെ നമുക്ക് സംഭവിക്കും. എനിക്കൊന്നും സംഭവിക്കരുത്. ആദ്യം ഞാൻ തന്നെ ആയിരിക്കും. ഇല്ല ഞാനേ പോകൂ. അയ്യോ അയ്യോ 12 മണിയായി. രക്ഷപ്പെട്ടു. മരിച്ചില്ല മക്കളെ, നമ്മള് മരിച്ചില്ല. മോളെ മണി എന്റെ ദൈവമേ, മരിച്ചില്ലടി. സത്യല്ലേ? ഇല്ല ഇല്ലടി, ഇല്ല സത്യം മരിച്ചില്ല. ഇല്ല പേടിച്ചു. பேரு